കേരളത്തിൻ്റെ സ്വന്തം ടീച്ചറമ്മയായ ശൈലജ ടീച്ചറെ അറിയാത്തവരായി നമ്മൾ മലയാളികൾ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ വളരെ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. നമുക്കൊക്കെ അറിയാം, കൊറോണ സമയത്ത് കോവിഡ് കാലത്തൊക്കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച നല്ലൊരു പ്രവർത്തനം ലോകരാജ്യങ്ങൾക്കിടയിലും ഇതര സംസ്ഥാനങ്ങൾക്കിടയിലും വലിയ കയ്യടികൾ നേടിയിരുന്നു. നമുക്കൊക്കെ അറിയാം, ശൈലജ ടീച്ചറെ പറ്റി ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ ആളുകളൊക്കെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ദുഃഖവാർത്ത തന്നെയാണ്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലാണ് എതിരാളിയായിട്ടുള്ളത്. അവിടെ വലിയ രീതിയിൽ വലിയ ധ്രുവീകരണം നടന്നിരുന്നു. നമ്മുടെ ശൈലജ ടീച്ചർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്ന മണ്ഡലമാണ് ഇവിടെ. ഒടുവിൽ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയുണ്ടായി. എന്നിരുന്നാലും ശൈലജ ടീച്ചറെ പറ്റി വളരെ മോശമായി തന്നെയാണ് അവിടെ മറ്റു അണികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ രാജിവെക്കണം ആവശ്യം വിട്ടുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ദുഃഖവാർത്ത തന്നെയാണ്. ശൈലജ ടീച്ചർ എന്ത് തെറ്റാണ് ചെയ്തത്? കാഫിർ പ്രയോഗം എന്ന പോസ്റ്റർ അടിച്ചിറക്കിയ CPM അനുഭാവികളാണെന്ന് ഒരുപാട് ആളുകൾ ഉന്നയിക്കുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ CPM പ്രവർത്തകരാണോ എന്നുള്ളത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ശൈലജ ടീച്ചറെ പറ്റി വളരെ മോശമായി പറയുന്നത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ്.